എന്താ പാലമാ? ടൗണിലെ കിത്തോട്സിൽ ഇന്ത്യയുടെ മാപ്പിൻ്റെ കട്ടൗട്ടർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ ഭാരതമ്മ പൂർത്തിയാവുള്ളൂ. നീ ചെന്നിട്ട് അത് മേടിച്ചിട്ട് വരണം. ഇന്ന പൈസ ബാലമാമ തന്നാണെന്ന് പറയാം. ആന്തിനി അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ 2000 ഉറുപ്പ്യം കൊണ്ട് ചെന്നാൽ കിട്ടുന്നതല്ല എൻ്റെ ഭാരതാമ്മ. എൻ്റെ ഭാരതാമ്മ കിട്ടണ എൻ്റെ പേര് പറയണം. അതിന് നമ്മളതിലൊരു ഭാരതാംബയുടെ കട്ടൗട്ടർ ഇല്ലേ ബാലമ്മ? അത് പഴയതല്ല MT. കൂടാതെ അതിൽ ചില സ്റ്റേറ്റ്സ് എല്ലാം മിസ്സിങ്ങുമാണ്. നമുക്ക് പുതിയത് തന്നെ എടുക്കാം. നീ പോയിട്ട് വാ. അതും കൊണ്ട് മുങ്ങല്ലേ. അമ്മ, ഐ ടോൾഡ് യു ടു ബി വെരി കെയർഫുൾ. ഈ വീട്ടിൽ ഒരൊറ്റ ആണിനെ പോലും വിശ്വസിക്കാൻ പറ്റൂലെന്ന്. കുനിഞ്ഞു നിന്നാ കിട്ടിയില്ലേ? ഇത് ഓൻ തന്നെ സുരേശൻ. ഇന്നലെ രാത്രിയോടെ എന്നോട് ചോദിച്ചു ഞാനപ്പ ചാവല്. ഓ നിങ്ങളെ കൊല്ലാത്ത നിങ്ങളെ മഹാഭാഗ്യം. എന്റെ 3ാമത്തെ മോതിരം നിന്റെ മോളെ മോൻ കൊണ്ടുപോയി കളഞ്ഞു. അതും കൂടെ വിറ്റിട്ടുണ്ടെങ്കിൽ എന്നെ കത്തിക്കാനല്ലാതെ ആ നായിന്റെ മോനോടൊപ്പം കടക്കരുത്. ഞാനിത് സാലേക്ക കുത്ത. മച്ചാ അമ്മാമേരമ്മേരെ ഒരു പവന്റെ മോതിരം. ഷീസ് നോ മോർ നീഡഡ്. இந்த താജ്മഹൽക്ക് ഉറപ്പാണ് ഉള്ളതിൽ ഏറ്റവും വലുതാണ്. ഇതിലും വലുത് ആഗ്രഹത്തിൽ മാത്രം. ആഗ്രടാ. അതന്നെ അയാളും പറഞ്ഞ ആഗ്ര. அச்சா இன்னும் 5 நிமிஷத்துல காதலி வெளில வரும். டைலாக் ஞாபகம் இருக்குல்ல? இப்போ சொல்லு. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. കന്യാവനിയിൽ സുഗതം പ്രിയഗാനം പകരാനണയൂ ഗന്ധർവ വീണയാവൂ നീ ദേവി. സോറി, ഞാൻ ഗന്ധർവൻ. പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തിട്ട് പോയിക്കോളാം. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും മാനാവാനും മനുഷ്യനാവാനും പാവയാവാനും പറവയാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. എന്താ അറിയില്ല, ഏതോ ഗന്ധർവൻ. ഗന്ധർവനാ? ഏത് ഗന്ധർവൻ? ആരാത്? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പേ വന്ന് പോടാ. ഞാൻ ഗന്ധർവാ. കരിങ്കല്ലിലടിച്ച് പിഴിഞ്ഞിട്ടൊന്നുണക്കി കൈക്കല തുണിയാക്കി ഒടുക്കം വിളക്കിലെ തിരിയാക്കി കരിന്തിരി പോലായി. ആ സ്ത്രീ ചാവാണ്ട് ഇനി ഒരു തിരിച്ചുവരവില്ല. അതെ, എനക്കൊരു ചായ മാത്രം മതി. നിങ്ങൾക്കാ?
മുമ്പത്തെ കടം തീർക്കുന്നത് വരെ ചായ മാത്രം കൊടുത്താൽ മതി എന്ന് മുതലാളി പറഞ്ഞു. ഇവർക്ക് ചായ മാത്രം മതി അല്ലേ? ആയിക്കോട്ടെ. നീ വീട്ടിൽ നിന്ന് വെള്ളയപ്പം തന്നിട്ടല്ല ഇറങ്ങിനി? ഓള് വിശക്കുന്നുണ്ട് കഴിച്ചോട്ടില്ലേന്ന്. വെള്ളയപ്പല്ലേ ചോദിച്ചു, താജ്മഹലൊന്നല്ലല്ലോ. എൻ്റെ കെട്ടുകാലി പണയം വെച്ചിട്ടാലും ഒക്കെ ഞാൻ മേടിച്ചു കൊടുക്കും. നീ പോയിട്ട് കൈ വിറ്റോ മോളെ. ഓർമ്മയുണ്ട? എന്നാ പറ. ഞാൻ പറഞ്ഞു വെള്ളയപ്പ് മുട്ട റോസ്റ്റ്. ഞാനും പറഞ്ഞ പൊറോട്ട. ഏതായാലും മാല പണയം വെക്കുമല്ലേ. സുരേഷ, നായരേട്ടാ, ഏടിയാന്ന് പുറത്തൊന്നും കാണാറില്ലല്ലോ. ഞാനങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. പക്ഷേ നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനൊന്ന് അണ്ടിത്തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളും തരണം. അല്ല സുരേഷ, ഞാൻ വെറുതെ. അല്ല, അത് സാരമില്ല. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. നേരിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടാ. അവസരം കിട്ടിയിട്ടാ. വരൂലേ? നാളെ 5 മണിക്ക് கண்டிப்பாக வெயிட் பண்ணுவேன். வந்து தான் ஆகும். வரல. ഈ നാട്ടിൽ പ്രേമിക്കണമെങ്കിൽ വലിയ പാടാന്നല്ലോ വക്സ. சுமலாதாவை கரெக்ட் பண்ணோன்னா நாகரை கனெக்ட் பண்ணோம். നാരയാ? അതെങ്ങനെ? നാടകം. അയ്യോ, നാടകം പറ്റില്ല വക്സ്. നാടകം നീട്ടി കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരനെ മട്ടക്കണെടുത്തിലടിക്കും. അമ്മമ്മ ചവിട്ടും. അതാ. உனக்கு சுமலதா முக்கியமா உன் ஃபேமிலி முக்கியமா? സുമലത. പക്ഷെ அம்மம்మ உன் ஃபேமிலிக்கு தான்டா நாடகம்னா பிரச்சனை. ஆனால் அது அவங்களுக்கு சொல்லி தப்பு இல்லை. உங்கள் அப்பா அந்த மாதிரி பண்ணி போய் தானே நாய் மாதிரி செத்து போனார். பட் நாகருக்கு நாடகம்னா பிராந்து. நாடகத்துக்காக என்ன வேணால் செய்யும். நீ என்ன சொன்னாலும் செய்யும். അതിനെ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. சித்து உன்னை யாரா நடிக்க சொன்னா? ஒன்லி பாய்ஸ் ஆக்ட், லெஜெண்ட்ஸ் டிரெக்ட். അതെനിക്കറിയാം. എന്നാലും பார்த்தியா உங்களுக்காக என்ன கொண்டு வந்திருக்கேன்னு பார். ഉത്തരമേഖല നാടക മത്സരം. 1ാം സമ്മാനം 1 ലക്ഷം രൂപ. അതിന് ഞാൻ നാടകം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരാനാന്ന്? கரெக்டு தான். மூளை இருக்கவங்க யாரும் வரமாட்டாங்க. ஆனால் நாகர், கேசி, பாலமம்மா இந்த மாதிரி ஓல்டு பீஸ்லாம் வரும். உங்கள் வீட்டில் ஒரு 4 பேர் இருக்காங்களா, அவங்களையும் சேர்த்துக்கலாம். അതിന് ചെലവില്ലേ? அதான் சொத்து இருக்குல்ல. உங்கள் அப்பா ஆல்ரெடி பாதி சொத்தை காலி பண்ணிட்டாரு. மீதி காசை நீ அழிச்சிரு. மச்சான், ஒரு எக்ஸைட்மெண்ட் இல்லாமல் லைஃப் போயிட்டு இருக்கு மச்சான். ஏதாச்சும் பண்ணி கான்ட்ரவர்சி கிரியேட் பண்ணுறா ப்ளீஸ். இந்த உலகத்தில் என்னோட எக்ஸிஸ்டன்ஸ் எதுக்குன்னு தோணுது மச்சான். ஆனால் இப்போ புரியுது. உனக்காக தான் மச்சான். உன் காதலுக்காக தான். பாத்தியா